ആത്മീയ യാത്രയിൽ കാശിയുടെ സ്ഥാനം ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. ആത്മീയ യാത്രയിൽ കാശിയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ, കാശി നമ്മുടെ പുണ്യനഗരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യനഗരമാണ്. പുണ്യത്തിൻ്റെ പരിഭാഷ തന്നെ കാശി എന്ന് പറയാറുണ്ട്. അതായത് കാശിയിൽ എത്തിപ്പെടുക, കാശിയിൽ ഗംഗാസ്നാനം ചെയ്യുക, കാശിയിൽ ജീവിക്കുക, കുറച്ച് സമയം ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അനാദികാലം മുതൽക്ക് തന്നെ കാശിയിലെ മഹാത്മ്യത്തെ പറയുന്ന പുരാണങ്ങളിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നതാണ്. ഇന്ന് ലോകം തന്നെ അംഗീകരിച്ച പുരാതന നഗരങ്ങളിൽ, ഏറ്റവും പുരാതന നഗരങ്ങളിൽ കാശി എണ്ണപ്പെടുന്നതാണ്. അങ്ങനെയാണ് കാശിയുടെ മഹാത്മ്യം. അപ്പോൾ കാശിയിലുള്ള ആ മഹത്വം, ആ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്ന മഹത്വം എന്തെന്ന് ചോദിച്ചാൽ, കാശിയിലെ വിദ്യയും ജ്ഞാനവും തന്നെയാണ്. അവിടെ നമ്മുടെ പുരാണകാലം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിയൻ ടൈം മുതൽക്ക് തന്നെ വിദ്യയുടെ സ്ഥാനമായിട്ട് കാണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആചാര്യന്മാരെല്ലാം അവിടെ കാശിയിൽ പോയാണ് വിദ്യ അഭ്യസിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാശിയിലെ സഭകൾ, പണ്ഡിത സഭകളാണ് അന്നത്തെ കാലത്ത് വിദ്യയുടെ പ്രതീകങ്ങളായിട്ട്, വിദ്യയുടെ കേന്ദ്രങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കാശി അത്തരത്തിൽ വളരെ മഹത്വം അർഹിക്കുന്നു. അപ്പോൾ അവിടെ പോയി താമസിക്കുമ്പോൾ ജ്ഞാനമുണ്ടാകാനുള്ള, ജ്ഞാനവും സത്സംഗവും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആ അധിക സാധ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ പോയാൽ ജ്ഞാനമുണ്ടാകുമെന്നും മുക്തി ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഭാരതത്തിൽ നോക്കിയാൽ തന്നെ നമ്മുടെ ആധികാരികമായ രീതിയിൽ നമ്മുടെ ശാസ്ത്രങ്ങളെ അഭ്യസിക്കുന്ന, പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, ആചാര്യന്മാർ ഉള്ള ഒരു നഗരമാണ് കാശി. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഉത്തരകാശിയിലുണ്ട്, ഋഷികേശത്തുണ്ട്, ഹരിദ്വാരത്തുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും കാശിയിലുള്ളതുപോലെ ആ ഒരു വിവിധ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും അറിയുന്ന പണ്ഡിതന്മാരുടെ ഒരു സദസ്സ് അത് മറ്റ് സ്ഥലങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു വ്യാവഹാരിക രീതിയിൽ നമുക്കത് പറയാൻ കഴിയും. പിന്നെ പുണ്യനഗരം എന്നുള്ളതിൻ്റെ മറ്റൊരു പരിഭാഷ അവിടെ ഗംഗാനദിയുടെ പ്രവാഹമാണ്. അസി വരുണി നദികളുടെ ഇടയിൽ ഉത്തരവാഹിനിയായി ഗംഗ പ്രവഹിക്കുന്ന കാശി, അതിൻ്റെ മഹാത്മ്യം ആ രീതിയിലും ഏറുന്നതാണ്. അതുകൊണ്ട് കാശിയിലെ ആത്മീയ ജ്ഞാനം എന്ന രീതിയിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് പറയാൻ കഴിയുന്നതാണെന്നുള്ളതിന് സംശയമില്ല.